സ്പോർട്സ് ക്ലബിന്റെ നവീകരിച്ച വായനശാലയുടെ ഉദ്ഘാടനവും ഡിജിറ്റൽ ലൈബ്രറി പ്രഖ്യാപനവും നടന്നു. വായനശാല പ്രസിഡന്റ് KM കുരുവിളയുടെ അധ്യക്ഷതയിൽ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കലും വായനശാല മുൻ ഭാരവാഹികളുടെ ഛായാചിത്ര അനാച്ഛാദനവും ചടങ്ങിൽ നടന്നു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ഓണക്കൂർ ജനത റീഡിംഗ് റൂം ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നവീകരിച്ച വായനശാലയുടെ ഉദ്ഘാടനവും ഡിജിറ്റൽ ലൈബ്രറി പ്രഖ്യാപനവും പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് നിർവഹിച്ചു. എന്റെ കുട്ടി മടങ്ങുന്ന ഒരു കുട്ടികൾ സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ വായിച്ചു കിട്ടുന്ന അറിവുകൾ നമുക്ക് വലിയ പ്രാധാന്യമുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കും. ഇപ്പോൾ കുട്ടികളെല്ലാം ഫോണിലൂടെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഫോണിലൂടെ മാത്രം നോക്കി അതിന് മറുപടി പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന അറിവുകൾ എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പണ്ടത്തെ നമ്മുടെ മാതാപിതാക്കൾ വായിച്ചു വളരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒത്തിരി അറിവുകൾ നമ്മൾ അവരിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ മൊബൈലിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത്. അടുത്തുള്ള ഒരു വീടുമായിട്ടൊരു സമ്പർക്കമില്ല, വായനശാലകളിൽ പോകുന്നില്ല, പുസ്തകങ്ങൾ എടുക്കുന്നില്ല, വായിക്കുന്നില്ല. ആ വായനയുടെ കുറവ് നമ്മുടെ കുട്ടികളിൽ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾ അതിലൊക്കെ മറികടന്നുണ്ട്. ഇതുപോലുള്ള ജനത റീഡിംഗ് റൂമുകൾ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ മാതാപിതാക്കൾ അവരെ പറഞ്ഞയച്ച് പുസ്തകങ്ങൾ നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ച് നമ്മുടെ സമൂഹത്തിന് മാതൃകയായി തക്കവണ്ണം പ്രവർത്തിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയണം. വായനശാല പ്രസിഡന്റ് KM കുരുവിള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ആലിസ് വർഗീസ്, വായനശാലയുടെ മുൻ പ്രസിഡന്റുമാരായ TS പൗലോസ് വാളനടിയിൽ, ഓണക്കൂർ രാധാകൃഷ്ണൻ, മുൻ സെക്രട്ടറി മാധവൻ കുടിലിൽ എന്നിവരുടെ ഛായാചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു. ഒരു ക്യാഷവാണ് എന്നൊക്കെ സ്വീകരിക്കാൻ മെഡിസിൻ തരിക നല്ല ആളുകൾ ഞാൻ കരുതുവാണ്. അതൊരു സംഘടനയാണ്. സാധാരണ പൊന്നാടി അണിയിക്കുന്നത് ജീവിതത്തിലെ ഒരുപാട് വലിയ പ്രവർത്തനങ്ങളെല്ലാം നടത്തി SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. വായനശാല സെക്രട്ടറി KM വർഗീസ്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ജോഷി സ്കറിയ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ മുൻ സെക്രട്ടറി CT ഉലഹന്നാൻ, കൌൺസിൽ മെമ്പർ KP രതീശൻ, വായനശാല എക്സിക്യൂട്ടീവ് അംഗം സിബി രാജീവ്, ജോയിന്റ് സെക്രട്ടറി KP ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കതിന്റെ അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാരന്ന് സഹകരിക്കുന്ന ഈ പള്ളിയുടെ കെട്ടിടത്തില് കുരിശുപള്ളിയുടെ ചേർന്നുള്ള ഒരു ചെറിയ കെട്ടിടം ഉണ്ടായിരുന്നു. അതിന് ഒരു മുറി, വലിയ മുറി വായനശാലയ്ക്ക് വേണ്ടി തന്നു. അതിനാണ് ആദ്യമായിട്ട് ഇവിടെ വായനശാല പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് വാങ്ങടിയിൽ പാരമയിൽ നിന്നൊരു പ്രായ വെട്ടി അറപ്പിച്ചാണ് ഇവിടെ ഒരു അലമേലി ഉണ്ടാക്കുന്നത്. ആദ്യത്തെ സെക്രട്ടറി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വളരെ കാലം പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടുള്ളത് വാങ്ങടി ഓരോസാണ്. നമ്മുടെ വായനശാലയ്ക്ക് വേണ്ടിയിട്ട് ആ ബിൽഡിംഗ് തുടങ്ങാൻ പോകുന്നത് അല്പം താമസിച്ചപ്പോൾ ഉടനെ അദ്ദേഹത്തെ വിളിക്കുകയും ഞങ്ങളുടെ അത് എടുക്കേണ്ട എൻട്രിയിലേക്ക് എടുക്കാൻ ആളില്ലായിരുന്നു. ഞാൻ അപ്പൊ എടുത്തിട്ടില്ല. അടുത്തൊരു കോൺട്രാക്ട് എടുത്തിട്ട് നമുക്ക് തന്നെ ചെയ്യാനുള്ള രീതിയിലേക്ക് വന്നിപ്പോ അത് വേണ്ട, അത് ഞങ്ങൾ ഗവൺമെന്റ് എടുപ്പിക്കുവാണെന്ന് പറഞ്ഞ് നമുക്കൊരു കോൺട്രാക്ട് തന്നു. അദ്ദേഹം നല്ല രീതിയിൽ അവർക്ക് പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് മഴയാണെങ്കിൽ കണ്ടെത്താറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ച വ്യക്തിയാണ്. നമുക്കറിയാം, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് സെക്രട്ടറി ആയിരുന്ന ആളിവിടെ ഉണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരങ്ങളും പണവും ഏൽപ്പിച്ചു കൊടുക്കപ്പെടാണ്. അതുപോലെ തന്നെ പ്രാദേശിക വികസന ഫണ്ടുകൾ MLA-മാർക്കും MP-മാർക്കും കിട്ടിത്തുടങ്ങിയതിനു ശേഷമാണ് ഗ്രന്ഥശാലകളുടെ പഠനത്തെയും പുറംമോടി മാറിയത്. അകമോടിയല്ല, പുറമെ കാണുന്ന രൂപവും കെട്ടിടവും സൗകര്യങ്ങളും വർദ്ധിച്ചത്. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം.
ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.